ഹായ് ഓൾ, വെൽക്കം ടു CC+. ഞാൻ അനന്തു. ഇപ്പം എല്ലാവരും വെക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണല്ലേ. എല്ലാ കുട്ടികൾക്കും വെക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. ചിലർക്ക് ഓൾറെഡി വെക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പം നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ മുതൽ ഈ ഒരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, നവോദയയ്ക്ക് വേണ്ടി കോച്ചിങ് എടുക്കാം അല്ലേ, അല്ലെങ്കിൽ നവോദയയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ തുടങ്ങിയാൽ എന്താണ് ഗുണം? നിങ്ങൾക്ക് 4th സ്റ്റാൻഡേർഡിലെ ആദ്യമേ ഉള്ള ടോപ്പിക്കുകളെല്ലാം റിവൈസ് ചെയ്ത് 5th എല്ലാ പോർഷൻസും സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഡിസംബറിലായിരിക്കും എക്സാം വരിക. അപ്പൊ അതിനൊരു 2 മാസം മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഇതേപോലെ ഫോട്ടോയിൽ വരാനായിട്ട് പറ്റുക. എത്ര കുട്ടികളാന്ന് നോക്കിയേ, ഫുൾ. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പേരൊന്നും വായിക്കാൻ പറ്റത്തില്ല, കൺജസ്റ്റ്, കാരണം അത്രയ്ക്ക് റിസൾട്ട് ഉണ്ട്. ഇനിയും റിസൾട്ടുകളുണ്ട്. പോസ്റ്റർ നിറഞ്ഞുകൊണ്ട് അവർ ഒരെണ്ണത്തിൽ ചെയ്ത് നിർത്തിയതാ. അത്രയധികം കുട്ടികൾ, ഇത്ര അധികം കുട്ടികൾ ഈ പ്രാവശ്യം കേരളത്തിലെ നവോദയ സ്കൂളിലേക്ക് കയറുന്നത് CC+ലൂടെയാണ്. CC+ൽ പഠിച്ച ഓരോ വർഷവും CC+ൽ റിസൾട്ട് കൂടി വരികയാണ്. അപ്പൊ ഈ പ്രാവശ്യം അതേപോലെ തന്നെ ഇത്രയും ആൾക്കാർ പോകണം, ഇത്രയും മിടുക്കന്മാരും മിടുക്കികളും ഇവിടുത്തെ ടീച്ചേഴ്സ് പറയുന്നത് അനുസരിച്ച് നേരത്തെ ലോങ് ബാച്ചസിൽ ജോയിൻ ചെയ്ത് ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് അല്ലെങ്കിൽ റിസൾട്ട് വരുന്നത് നമുക്ക് ലോങ് ബാച്ചിന്. കാരണം അവർ നേരത്തെ പഠിക്കാൻ തുടങ്ങിയ കുട്ടികളാണ്, നേരത്തെ ഇരുന്ന് പഠിച്ച് മിടുക്കരായ കുട്ടികളാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത് കേട്ടോ. അപ്പം ഇവരെ പോലെ നിങ്ങൾക്കും വരണം, ഞങ്ങൾക്കും നവോദയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം. ഇതേപോലെ പോസ്റ്റൽ അടുത്ത വർഷം സാറ് പറയുമ്പോൾ വരണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ പുതിയ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ മുകളിലുള്ള 9496949929 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ വിളിക്കണം. ഇപ്പൊ നമുക്ക് ബിഗ് ഡേ ഓഫർ നടക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് കുറേ ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പേരൻസ് കറക്റ്റ് ആയിട്ട് ആ നമ്പറിലേക്ക് വിളിച്ച് എൻക്വയറി എടുക്കുമ്പോൾ അവർ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഗ്രൂപ്പിൽ ചെയ്യാനായിട്ട് വർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സാറ് നിങ്ങൾക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സും, ഓൾറെഡി നിങ്ങൾ 5ാം ക്ലാസ്സിലേക്ക് കയറുന്നേ ഉള്ളൂ. സോ വെക്കേഷൻ ടൈമിൽ കാണാനുള്ള 5ന്റെ റെക്കോർഡഡ് ക്ലാസ്സും അതേപോലെ തന്നെ ആ ടൈമിലുള്ള ലൈവ് ക്ലാസ്സസും ഉണ്ട്. അപ്പൊ ഈ ലൈവ് ക്ലാസ്സസ് എങ്ങാനും മിസ്സായിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് CC+ ട്യൂഷൻ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നമ്മുടെ റെക്കോർഡഡ് ആയിട്ടുണ്ടാവും. ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾക്ക് അതെടുത്ത് നോക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ നവോദയയുടെ മെന്റൽ എബിലിറ്റി. ഏറ്റവും കൂടുതൽ മാർക്ക് എല്ലാവർക്കും അറിയാം. നവോദയ എന്ന് പറയുന്ന ഒരു എക്സാമില്, JNVയുടെ എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് നമുക്ക് മെന്റൽ എബിലിറ്റിയിലാണ് അല്ലെ. 50 മാർക്കും 40 ക്വസ്റ്റ്യനും അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 50 മാർക്കും 40 ക്വസ്റ്റ്യൻ അല്ലെ, 50 മാർക്ക് 40 ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 50 മാർക്ക് അങ്ങ് സ്കോർ ചെയ്ത് 40 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആക്കിയാൽ 50 മാർക്ക് നമ്മൾ റാങ്ക് പട്ടികയിൽ കറക്റ്റ് സെന്ററിൽ വരും അല്ലെ. റാങ്കിങ്ങിൽ കറക്റ്റ് സെന്റർ സ്കോറിൽ നമ്മൾ എത്തി. ബാക്കി ലാംഗ്വേജിലും മാത്സിലും നമ്മൾ പിടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കി, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫിഗേഴ്സ് എന്ത് ചെയ്തിരിക്കുകയാണ്, പലതായിട്ട് കിടക്കുക. അപ്പൊ ഇവരെ എല്ലാം കൂടെ ഒരൊറ്റ ഫിഗർ ആക്കണം. അതിന് നമ്മൾ ഒരു പേര് പറയുമായിരുന്നു. എന്താണ്? സ്പേസ് വിഷ്വലൈസേഷൻ. അപ്പൊ ഒന്നാമത്തെ ടോപ്പിക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, ആദ്യം എപ്പോഴും ഓഡ് മാൻ ഔട്ട് ആണോ വരുന്നത്? അല്ല, അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷഫിൾ ആയി വരും. നമുക്ക് 4 കോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ABCD അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ 4 എണ്ണത്തിൽ ഷഫിൾ ചെയ്ത് സെയിം ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യും, അവര് ഷഫിൾ ചെയ്തിടും. ആദ്യം ഓഡ് മാൻ ഔട്ട് ആണ് എങ്കിൽ രണ്ടാമത്തേതിൽ മിറർ ഇമേജ് ആയിരിക്കും ആദ്യം. അങ്ങനെ ഷഫിൾ ചെയ്തിട്ടായിരിക്കും വരിക കേട്ടോ. അപ്പൊ നോക്കിക്കേ, നമുക്ക് 4 ഫിഗേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇതേപോലെ എക്സാക്ട് വരുന്ന ഫിഗേഴ്സ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതാണെന്നൊന്ന് നോക്കിക്കേ. 2 ട്രയാങ്കിൾസ് നമുക്കുണ്ട്. നമുക്ക് 2 കുഞ്ഞു ട്രയാങ്കിൾസ് ആണ്, 2 സർക്കിൾ ഇല്ല. സോ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് 4 ട്രയാങ്കിൾസ് പോലെ വരുന്നുണ്ടല്ലേ, 4 എണ്ണം ഉണ്ടോ? ഇല്ല, നമുക്ക് വെറും 2 എണ്ണേ ഉള്ളൂ. സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇവിടെ വലിയ 2 സർക്കിൾസ് ക്യാൻസൽ ചെയ്തു. നമുക്ക് ഇത് ഇവിടെയാ വരുന്നത്. ഇവിടെ എങ്ങനെയാ, ഈ 2 എണ്ണത്തിനെ ഒരേപോലെ അടുപ്പിച്ചു വെച്ചു. ദെൻ ഈ സർക്കിളിന് ഉള്ളിലേക്ക് ആര് കയറി? ആ ഇൻറ്റു കയറി. അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ 2 ആൻസർ ആയിട്ട് വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ
പേപ്പർ ഫോൾഡിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പേപ്പർ ഫോൾഡിങ് ഒന്ന് നോക്കിക്കേ. നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിനെ ഹാഫായിട്ട് എങ്ങോട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണ്, അത് ഈ ആരോ മാർക്കിന്റെ സൈഡിലേക്ക് ഫോൾഡ് ചെയ്തു. ഓക്കെ, ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ സൈഡിലുള്ള പാർട്ടുകളും എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തു, ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തു. ഇപ്പൊ നമുക്കുള്ളത് ഒരു റെക്റ്റാങ്കിൾ പോലെ ഒരു പോർഷനും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ 2 കട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ 2 കട്ടും കൊടുത്തു. ഇനി ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യണം അല്ലെ. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തെ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യാം, ഈ ഒരു ഭാഗത്തെ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വരുമല്ലോ. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ വെക്കുകയാണ്. ഇതിനെ നേരെ താഴത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊന്നുമില്ല, ഒരു മാറ്റവും വരുന്നില്ല. ഇനി ഇത് നമ്മുടെ സെന്റർ പോർഷൻ അല്ലേ, ഇനി ഇതിനെ നേരെ ഇപ്പുറത്തേക്ക് മാറ്റണ്ടേ, അതല്ലേ നമ്മുടെ ആദ്യത്തെ ഫിഗർ. ആദ്യം നമ്മൾ മടക്കി മടക്കി പോരുന്നു, തിരിച്ചു പോരുമ്പം ലാസ്റ്റ് മടക്കിയതിനെ ആദ്യമേ നിവർത്തി പോരുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ 2 എണ്ണത്തെ മടക്കിയത് നിവർത്തി. ഇനി ഇതിനെ മൊത്തത്തിൽ നിവർത്തണ്ടേ, അപ്പൊ എന്താവും, ഈ ഒരു ലൈൻ ഇങ്ങനെ തന്നെ ഇവിടെ വരൂലേ. അപ്പൊ ഇത് എന്ത് ചെയ്യും, ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വരും, ഈ ഒരു ചെറിയ സ്ക്വയർ പാർട്ട് എവിടെ വരും, ഇത് ഇവിടെ വരും. ബാക്കി എന്തെങ്കിലും മാറ്റങ്ങൾ അവിടെ വരാനുണ്ടോ, ഇല്ല. ഓക്കെ, നോക്കിക്കേ. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷനാണ് നമുക്ക് വരാനായിട്ട് പറ്റുന്നത്, നമുക്ക് ഓപ്ഷൻ 4 പറ്റില്ല, ഓപ്ഷൻ 3 പറ്റില്ല, ഓപ്ഷൻ 2 പറ്റില്ല. പിന്നെ നമുക്ക് ഏതാ പറ്റുന്നത്, ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ ലൈൻസ് ഉണ്ടാവില്ല, ഈ വരച്ചിരിക്കുന്ന ഈ ലൈൻസ് ഉണ്ടാവില്ല, ചിലപ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് പേപ്പർ ഫോൾഡിങ്ങിൽ ഈ ചാപ്റ്റർ വരുന്നത് പേപ്പർ ഫോൾഡിങ്ങിലാണ് കേട്ടോ. പേപ്പർ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എംബഡഡ് ഫിഗർ ആണ് കേട്ടോ. എംബഡഡ് ഫിഗർ നോക്കിക്കേ. എംബഡഡ് ഫിഗർ എന്ന് വെച്ചാൽ എന്താ, ഒളിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടെത്തുക അല്ലെ. ഒളിച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പൊ ഈ ഒരു ഫിഗർ ആണ് നമുക്കുള്ളത്. കണ്ടോ, ഇങ്ങനൊരു ഫിഗർ ആണ് നമുക്കുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നോക്കിക്കേ, ഇങ്ങനെ ഓരോ ലൈൻസ് വരച്ച് നമ്മൾ നോക്കുക. ഇവിടെ ഇങ്ങനെയുണ്ട്, ദെൻ അവിടെ നിന്ന് ഒരു ലൈൻ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഇങ്ങോട്ട് നേരെ പോയ വളഞ്ഞാ വരുന്നേ, കണ്ടോ, ഇങ്ങനെ വളഞ്ഞു പോവാണ്. സോ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇല്ല. ദെൻ അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. അടുത്തത് ഇവിടെ നമുക്കുണ്ട്, പക്ഷെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുവാണ്, ഇത് വളഞ്ഞു പോവാം, കേർവ്ഡ് ആയിട്ട് പോവാം. സ്ട്രെയിറ്റ് ലൈൻ മാറി കേർവ്ഡ് ലൈൻ ആയിട്ട് പോവാണ്. ദെൻ അടുത്തത് നമുക്ക് വരുന്നത് ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, സ്ട്രെയിറ്റ് വന്നു, ഇവിടെയും സ്ട്രെയിറ്റ് വന്നു, അപ്പുറത്തോട്ടും ഇപ്പുറത്തേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് തന്നെയായിട്ട് പോയി. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 3 ആണ് നമുക്ക് എംബഡഡ് ഫിഗറിൽ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ മിറർ ഇമേജ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മിറർ ഇമേജിലാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് നവോദയ എക്സാമിന് മിറർ ഇമേജിനെയും വാട്ടർ ഇമേജിനെയും രണ്ടായിട്ട് നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു പടം തന്നിട്ട്, ഓക്കെ, ഒരു പടം തന്നു, അതിന്റെ റൈറ്റ് സൈഡിലാണ് മിറർ എങ്കിൽ, AB റൈറ്റ് സൈഡിലാണ് മിറർ എങ്കിൽ അവരെ പറയുന്ന പേരാണ് മിറർ ഇമേജ് കേട്ടോ. മിറർ ഇമേജ്. ഇനി എന്താണ് വാട്ടർ ഇമേജ്? ഇപ്പൊ വാട്ടർ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മിറർ ഇമേജ് റൈറ്റ് സൈഡിൽ എന്ന് പഠിച്ചു. ഒരു ഫിഗർ നമുക്ക് തന്നിട്ട് അടിയിലായിട്ട് തരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ ഇമേജ് എന്ന് പറയുന്നത്. ഇവര് രണ്ടുപേരെയും നമുക്ക് നവോദയ സിലബസിൽ മിറർ ഇമേജിന്റെ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്തെന്ന് മനസ്സിലാക്കണം. നമുക്ക് തന്നിരിക്കുന്നത് മിറർ ഇമേജിലെ വാട്ടർ ഇമേജ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇത് വാട്ടർ ഇമേജിന്റെ ഇതിൽ വരും. മിറർ ഇമേജിൽ തന്നെ വാട്ടർ ഇമേജ് കാറ്റഗറിയിൽ വരും കേട്ടോ. ഓക്കെ, അപ്പോ ഇത് നോക്കിക്കേ എങ്ങനെ വരാം. മിറർ ഇമേജ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കാണുന്ന ഒരു സാധനത്തിന് നേരെ കണ്ണാടിയിൽ കാണുന്ന പോലെ ഇപ്പുറത്തേക്ക് നോക്കൂ അല്ലെ. ഇവിടെ എന്ത് ചെയ്യണം? നേരെ തിരിക്കണം താഴത്തോട്ട്.
നേരെ തിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ വരിക നോക്കിയേ. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാളാണ് അല്ലേ. ഇത് ഇവിടെയാണ് നമ്മുടെ മിറർ വരുന്നത് താഴെയാണ് കേട്ടോ. മിറർ താഴെയാണ്. അതിനെ നമുക്ക് AB എന്ന് കൊടുക്കാം. AB ആണ് നമ്മുടെ മിറർ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയേ, ഈ താഴെയുള്ള ആൾ എവിടെ വരണം? ദേ മുകളിൽ വന്നു. ഇനി ഇത് നേരെ താഴത്തോട്ട് വരണം അല്ലേ. നേരെ തിരിയും. അപ്പൊ ട്രയാങ്കിൾ ഇങ്ങനെ വരും. ഇനി അപ്പൊ ഈ ആരോ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന എങ്ങോട്ട് വരണം? നേരെ താഴത്തോട്ട് വരണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എവിടെയാ വരുന്നത്? ഓപ്ഷൻ 4. അപ്പൊ എല്ലാവരും ഒന്നും കൂടെ ശ്രദ്ധിച്ചു. മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഒരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിറർ ഇമേജ്. താഴെയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ പറയുന്ന പേരാണ് വാട്ടർ ഇമേജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിന്റെ ആൻസർ 4 ആണ് വാട്ടർ ഇമേജിന്റെ. ഇതിന് അടുത്തതാണ് അനലോഗി ടൈപ്പിൽ. ഇവർ ആദ്യത്തെ 2 ആൾക്കാർ ഈ എയും ബിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അല്ലേ. അനലോഗി ടൈപ്പിൽ എയും ബിയും ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എടുത്തിട്ട് സീല് കൊടുത്താലാണ് നമുക്ക് ആരെ കിട്ടുള്ളൂ? ഡി എന്ന് പറയുന്ന ഫിഗറിനെ കിട്ടുള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇവിടെയുള്ള ഫിഗറിൽ ആ ഡയമണ്ട് ഷേപ്പിലുള്ള ഫിഗറിൽ നിന്ന് ആ 2 ലൈൻസിനെയും റിമൂവ് ചെയ്ത് കളയുക ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? സർക്കിളിന്റെ 2 സൈഡിൽ ലൈൻസ് ഉണ്ട്. ആ ലൈൻസിനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു സർക്കിൾ ആൻസർ കിട്ടും. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും കേട്ടോ. കാരണം എന്താ? ഇവിടെ നമുക്ക് ആ ഡയമണ്ട് ഷേപ്പ് ആയിരുന്നു നമ്മുടെ എ, കണ്ടോ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഡയമണ്ട് ഷേപ്പ്. ബിയിലെത്തിയപ്പം ആ ലൈൻസിനെ നമ്മൾ അങ്ങ് എടുത്തു കളഞ്ഞു. സോ ആ സെയിം റിലേഷൻ ഇവിടെ ലൈൻസ് ഉണ്ട്, ഇപ്പുറം വരുമ്പോൾ അതിന് ലൈൻസ് ഇല്ലാതെ വരുന്നു. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിഗർ സീരീസ് കംപ്ലീഷൻ ആണ് കേട്ടോ. ഫിഗർ സീരീസ് കംപ്ലീഷൻ. ഓക്കെ, ഫിഗർ സീരീസ് കംപ്ലീഷനിൽ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈനും ഇങ്ങനെ ഒരു ലൈനും തന്നിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനും ഒരു സ്ലാൻഡ് ലൈനും ചെറുതായിട്ട് ചെരിഞ്ഞ്. അടുത്ത ഫിഗറിലേക്ക് വന്നപ്പം ഇതിനകത്ത് എന്ത് ചെയ്തു? ഒരു ലൈനും കൂടെ അവർ ആഡ് ചെയ്തു. അടുത്ത ഫിഗറിൽ വന്നപ്പോഴോ ഈ ലൈനിന്റെ കൂടെ ഇപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം ആഡ് ചെയ്തു. അപ്പൊ അടുത്തതിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരെണ്ണം ഇവിടെ ആയിരുന്നു, അപ്പൊ അടുത്തത് താഴെ വന്നു. അപ്പം ഒരു ലൈൻ ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇവിടെ കൊടുത്തു, അടുത്തത് താഴെ വരും. സോ ഏതാണ് നമുക്ക് ആൻസർ വരുന്നത്? ഓപ്ഷൻ 4. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലൈൻ ആയിരുന്നു, അത് 2 ലൈനായി, 1 ആയി, 2 ആയി. ഇപ്പുറം വന്നപ്പോൾ അത് 3 ലൈൻസ് ഉണ്ടായിരുന്നു. ചെറിയ ലൈൻസിന്റെ കാര്യമാട്ടോ പറയുന്നത്. വലിയ ലൈൻ കോമൺ ആണ് ഇവിടെ. ഇനി അടുത്തതിലായപ്പോഴോ 4 സ്മോൾ ലൈൻസ്, 1 2 3 4 എന്ന് പറയുന്ന ഒരു സീരീസ് ആയിട്ട് അത് പൊക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്കിത് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് ഫിഗർ സീരീസ് കംപ്ലീഷൻ. ആൻസർ ഓപ്ഷൻ 4 ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് തിയറി പാർട്ട് പോലെ പഠിക്കാനുള്ളതും ഏതാണ്? ഈ 4th ഈ ഫിഗർ സീരീസ് കംപ്ലീഷൻ ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് പാറ്റേൺ കംപ്ലീഷൻ. പാറ്റേൺ പൂർത്തിയാക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? പാറ്റേൺ കംപ്ലീഷനിലുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിക്കേ, നമുക്കൊരു സർക്കിള്, 2 വലിയ സർക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ സർക്കിൾസ് ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. ഇങ്ങനെ വരുന്ന സർക്കിള് ഇങ്ങനെ റൗണ്ടിൽ ഇവിടെ വന്നു. ദെൻ അടുത്തൊരു സർക്കിളും ഉണ്ട്, ഇങ്ങനെ വന്ന് ഇവിടെ മുട്ടി. ദെൻ എല്ലാത്തിലും ഒരു സെന്റർ ആയിട്ട് ഒരു ലൈൻ ഉണ്ട്. സോ നമുക്ക് കിട്ടുന്ന ഫിഗർ എങ്ങനെയായിരിക്കും? ഇതിനകത്ത് നമുക്ക് എങ്ങനെ വരും? 2 ലൈൻസ് ഇങ്ങനെ വരുന്നുണ്ട്, നടുക്കൊരു ലൈൻ. അങ്ങനെ വരുന്നത് എവിടെയാണ്? ഒരു സ്ക്വയറിനുള്ളിലായിട്ട് വരുന്നൊരു ഭാഗം ഓപ്ഷൻ 4 ആണ്. എല്ലാം ഇന്ന് ഓപ്ഷൻ 4 ആണെന്ന് തോന്നുന്നു അല്ലേ? ഓപ്ഷൻ 4 ആണ് നമുക്ക് അതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ ആണ് കേട്ടോ. ജിയോമെട്രിക്കൽ
ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ. നോക്കിക്കേ, ഇങ്ങനെ ഒരു പടം തന്നിട്ടുണ്ട്. ഇതിനെ ഏതെങ്കിലും ഇതിനകത്ത് വെള്ള ഒരു ഫിഗർ വെച്ചാൽ ഫുള്ളാവും. നിങ്ങളിപ്പോൾ വിചാരിക്കും ഓ എല്ലാം ട്രയാങ്കിൾ ആണ്, അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ എടുത്തങ്ങ് വെച്ചാൽ മതിയല്ലോ. ഇതേപോലെ എല്ലാം ഒരേപോലെയൊക്കെ തരുവാണെങ്കിൽ, എല്ലാം ട്രയാങ്കിൾസ് ഒക്കെ തന്നെ തരുവാണെങ്കിൽ കറക്റ്റായിട്ട് ഒരെണ്ണം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ 4 എണ്ണം വേറെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ വേറെ ഡിസൈൻസും. ഇത് ഇപ്പം എൽ ഷേപ്പിൽ, ഇപ്പം ഇത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന 1 ആണ്. കാരണം ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വെക്കാൻ പറ്റും അല്ലേ, കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസിൽ എങ്ങനെ തരും, ഇതെല്ലാം വെവ്വേറെ രീതിയിൽ തരും. ഓക്കെ, വേറെ വേറെ രീതിയിലായിരിക്കും തരിക. എന്നിട്ട് ഇതെല്ലാം വേറെ ഷേപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ട്രയാങ്കിളേ ആയിരിക്കില്ല. എന്നിട്ട് പക്ഷേ ഇവിടെ നമുക്ക് തരുന്നത് ഇങ്ങനത്തെ ആയിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതിനെ തിരിച്ചൊക്കെ നമുക്ക് ഇവിടെ എടുത്ത് വെക്കാം. അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. പക്ഷേ എല്ലാം ഫുള്ളായിട്ടും ട്രയാങ്കിൾസ് അങ്ങനെയൊക്കെ തരുവാണെങ്കിൽ കറക്റ്റ് നോക്കുക ഏതാണ് അതിനകത്ത് വെക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വരച്ച് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരയ്ക്കാൻ പറ്റും കേട്ടോ. പെൻസിലൊന്നും നിങ്ങൾക്ക് അലൗഡ് അല്ല, നിങ്ങൾക്ക് പേന മാത്രമാണ്. ആ പേന വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരച്ച് നോക്കാനായിട്ട് പറ്റും. വേറെ എന്തെങ്കിലും നമുക്ക് ഇതേപോലെ എടുത്ത് വെക്കാൻ പറ്റുന്നതുണ്ടോ? ഇല്ല, ഒരാളെയും നമുക്ക് ഇതേപോലെ എടുത്ത് ഇതിനകത്തേക്ക് വെക്കാൻ പറ്റില്ല. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഫിഗർ മാച്ചിങ് ആണ്. ഫിഗർ മാച്ചിങ്, ഈ സെയിം ഫിഗർ ഇവിടെ എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക് കേട്ടോ. ഫിഗർ മാച്ചിങ് ആണ് നമുക്ക് ഏറ്റവും എളുപ്പം. അപ്പൊ ഈ സെയിം ഫിഗർ എവിടെയാണെന്ന് നോക്കാം. എല്ലാത്തിലും എന്താണ് പറയുന്നത്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകണം അല്ലെ, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് വേവ് പോലെ പോകണം. അങ്ങനെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 3ഉം 4ഉം മാത്രമാണുള്ളത്. ഇനി 2 സർക്കിൾ ഉണ്ടോ? ഉണ്ട്. അതിൽ ഒരെണ്ണം അടിയിൽ ഇൻറ്റു ആണ്, ഉണ്ട്, അടിയിൽ ഇൻറ്റു ഇവിടെ ഉണ്ട്. ഇനി അടുത്തതിൽ പ്ലസ് ആണ് വരുന്നത് മുകളിൽ. ഇവിടെ മുകളിൽ ഇൻറ്റു ആണ്, ഇവിടെ പ്ലസ് ആണ്. സോ ഓപ്ഷൻ 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്, ഓഡ് മാൻ ഔട്ട്. ഓഡ് മാൻ ഔട്ടിലെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് നോക്കാം. എല്ലാത്തിലും എന്താ പറയാ, 3 സൈഡ്സ് ഉള്ള ഓരോ ബീക്കേഴ്സ് പോലെ കൊടുത്തിട്ട് അതിനുള്ളിൽ ഒരു 3 സൈഡ്സ് ഉള്ള ആൾക്കാരല്ലേ. അപ്പൊ എന്താ ഇത് നോക്കിയേ, ഇതിന് ഒരു ബീക്കർ ഉണ്ടല്ലേ, ഇതൊരു ബീക്കറാണ്. അപ്പോൾ ഇതിനുള്ളിലുള്ള ആൾ എന്താ, അതിൻ്റെ ഒരു സൈഡിലേക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിനും എന്താണ് സെയിം ഒരു ബീക്കർ ഉണ്ട്, അതും എന്താണ് അതിൻ്റെ ഒരു സൈഡിലേക്കാണ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ബീക്കർ ഉണ്ട്, ഇതിൻ്റെ എന്താണ് ഒരു സൈഡിലേക്കാണ് ഇതിൻ്റെ ഓപ്പണിങ് വരേണ്ടത്, പക്ഷെ ഇത് ഓപ്പൺ പ്ലേസിലേക്ക് പോയി. ഇതിലാണെങ്കിലും എന്താണ്, അതൊരു ക്ലോസ്ഡ് സർഫസിലേക്ക് ഇങ്ങനെ അടച്ച ഒരു ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് ഓഡ് 1 ഔട്ടായിട്ട് എടുക്കാൻ പറ്റുന്നത് ആരെയാണ്, ഓപ്ഷൻ 3നെയാണ് നമുക്ക് ഓഡ് 1 ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നവോദയ മെന്റൽ എബിലിറ്റിയിലെ 10 ടോപ്പിക്സ് ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ CC+ൽ നമുക്കിപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ബിഗ് ഡേ ഓഫേഴ്സ് ഉണ്ട്. സോ വേഗം തന്നെ എല്ലാവരും നമ്മുടെ നമ്പറിലേക്ക് വിളിച്ച് എൻക്വയറി എടുക്കുക. ഒന്നും കൂടെ ഞാൻ നമ്പർ പറയാം, 9496949929 വിളിച്ച് എൻക്വയറി എടുക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങളെ 5ാം ക്ലാസ്സിലേക്ക് കയറാൻ പോകുന്ന കൂട്ടുകാരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം പഠിക്കേണ്ട ആൾക്കാരാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.